സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. വടകര കോസ്റ്റൽ പോലീസും MUM-VHSS ജാഗ്രതാ സമിതിയും സംയുക്തമായി രക്ഷിതാക്കൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടകര DYSP R. ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KT യൂനസ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ CK ജയപ്രസാദ് ക്ലാസ് എടുത്തു. കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ CS ദീപു, സ്റ്റാഫ് സെക്രട്ടറി PM മുസ്തഫ, അക്കാദമിക് കൗൺസിൽ കൺവീനർ M. മുസ്തഫ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ PKV തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് T. മുഹമ്മദ് ഫാറൂഖ് സ്വാഗതവും ജാഗ്രതാ സമിതി കൺവീനർ K. ലൈല നന്ദിയും പറഞ്ഞു. മയക്കുമരുന്നിൽപ്പെട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? 3 സ്റ്റേജാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് പോലെയുള്ള മാരകലഹരിയിലേക്ക് തൊട്ട ഉടൻ, അധികം ഉപയോഗിച്ചില്ല, തൊട്ടിട്ടേ ഉള്ളൂ. ആ സമയത്ത് കുട്ടിക്ക് വരുന്ന ചേഞ്ചസുകൾ, മാറ്റങ്ങൾ. ഒന്നാമത്തെ സ്റ്റേജിലെ ഒന്നാമത്തെ മാറ്റം ഏറ്റവും ആദ്യം ബാധിക്കുന്നത് പഠനത്തെയാണ്. ഇങ്ങനെ കുട്ടികൾ നന്നായി പഠിച്ച നല്ല മാർക്ക് വാങ്ങിയ കുട്ടി പെട്ടെന്ന് പഠനം പിറകോട്ട് പോവുകയോ പഠനത്തിൽ ശ്രദ്ധയില്ലാതാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മയക്കുമരുന്നും ലഹരിയും ഒരു കാരണമായേക്കാം. രണ്ടാമത്തെ മാറ്റം, രണ്ടാമതുള്ള കുട്ടികളുടെ ലക്ഷണം വീട്ടിൽ മൗനിയായി മാറുന്നു. അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്തു നിന്നൊക്കെ മെല്ലെ മെല്ലെ അകന്നകന്ന് നിൽക്കുന്നു. 2 കാരണമാണ്. ഒന്നെന്താന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ കാരണം അച്ഛനും അമ്മയും മണമൊക്കെ അറിഞ്ഞു പോകുന്നുള്ളതിനെ കൊണ്ട് മാറി മാറി നടക്കുക. രണ്ടാമത്തത് അച്ഛനോടും അമ്മയോടൊന്നും വർത്താനം പറയാനുള്ള ശ്രദ്ധയൊന്നുമില്ല, അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെ വീട്ടിൽ മൗനിയായി മാറുക, അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മേൻ്റെ അടുത്തുനിന്നോ അനിയന്മാരുടെ അടുത്തുനിന്നോ അധികം വർത്താനം പറയാണ്ട് മാറി നിൽക്കുന്ന സ്വഭാവം ഉണ്ടാകുക. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. ഫസ്റ്റ് സ്റ്റേജിലെ മൂന്നാമത്തെ ലക്ഷണം, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ മുറിക്കകത്ത് വാതിലും ജനലും അടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ വാതിലും ജനലും അടച്ച് മുറുക്കി കുറ്റിയിട്ടിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന പ്രവണത കാണാറുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റേജിലെ 4ാമത്തെ ലക്ഷണം, നേരത്തെയുള്ള നല്ല കൂട്ടുകാരെയൊക്കെ അകറ്റുന്നു, പുതിയ കൂട്ടുകെട്ടുണ്ടാവുന്നു. ഈ നല്ല കൂട്ടുകാരെ വിളിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ പോകാനുണ്ട്, TV കാണാനുണ്ട്, അല്ലെങ്കിൽ പഠിക്കാനുണ്ട് എന്ന് കളവ് പറയുന്നു. പുതിയ കൂട്ടുകെട്ടുണ്ടായി വരുന്നു. ഈ പുതിയ കൂട്ടുകെട്ട് ആരായിരിക്കും? സമാന ചിന്താഗതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കമ്പനിയായി മാറും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിലെ പ്രധാനപ്പെട്ട 4 ലക്ഷണം. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉപയോഗിക്കുന്നുണ്ട്, നന്നായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, കഞ്ചാവൊക്കെ വലിക്കുന്നു. പൂർണ്ണമായും അതിൽ പെട്ടിട്ടില്ല, ഇത്തിരി ബാക്കിയുണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ആ സമയത്ത് വരുന്ന മാറ്റങ്ങൾ 2 തരത്തിലുള്ള മാറ്റങ്ങൾ. ഒന്ന് സ്വഭാവത്തിലുള്ള മാറ്റം, രണ്ടാമത്തത് ശരീരത്തിലുള്ള മാറ്റം. സ്വഭാവത്തിലുള്ള മാറ്റം, ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം പിടിക്കുക, ദേഷ്യം പിടിച്ചിട്ട് വീട്ടിലെ വീട്ടുപകരണങ്ങളും TVയും ഫ്രിഡ്ജും ഇന്ന് വേണ്ട വില കൂടിയ വസ്തുക്കൾ വരെ അടിച്ചു പൊളിക്കാനുള്ള പ്രവണത. അതോടൊപ്പം തന്നെ ദേഷ്യം പിടിച്ചിട്ട് വളർത്തുമൃഗങ്ങളെ വേദനയാക്കുക, അച്ഛനെ വേദനയാക്കുക, അമ്മയെ വേദനയാക്കുക, സ്വന്തം തല ചുമരിനോട് ഇങ്ങനെ അടിക്കുക, പ്രതിഷേധമായിട്ട് ഇങ്ങനെയുള്ള പ്രവണത കാണിക്കുക. ദേഷ്യം പിടിച്ചിട്ട് എന്തും കാണിക്കുന്ന പ്രവണത, ഇങ്ങനെ അസാധാരണ ദേഷ്യം കാണിക്കുക. അതുപോലെ തന്നെ അസാധാരണമായി ചിരിക്കുക, എങ്ങോട്ടെങ്കിലും അലക്ഷ്യമായിട്ട് വെറുതെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സങ്കടപ്പെടുക, എന്തിനും ഏതിനും സങ്കടം തോന്നുക, ഇങ്ങനെ സ്വഭാവത്തിൽ മാറ്റം കാണും. ഇനി അതുപോലെ രൂപത്തിൽ വരുന്ന മാറ്റം, സെക്കൻഡ് സ്റ്റേജിലെ രൂപത്തിൽ വരുന്ന മാറ്റം, ശരീരത്തിന് വൃത്തി പൂർണ്ണമായിട്ട് പോവുക, രാത്രി വന്നു കഴിഞ്ഞാൽ കുളിക്കാതെ കിടക്കുക, 2-3 ദിവസം കൂടുതൽ കുളിക്കുക, അതുപോലെ തന്നെ കണ്ണുകളൊക്കെ ഇങ്ങനെ കുഴിയിലേക്ക് പോവുക, രാവിലെ ഉറങ്ങി എണീച്ചിട്ട് ഉറക്ക് തെളിയാത്ത മാതിരി ഉറക്കം തൂങ്ങിയ കണ്ണുകൾ,
അതുപോലെ ചെമ്പിച്ച മുടിയാകുക, എണ്ണയൊന്നും തേക്കാതിട്ട് വൃത്തി പൂർണ്ണമായി പോയി മെലിഞ്ഞ ശരീരമാവുക. ഇത് കഞ്ചാവ് വലിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ശരീരം തടിക്കാതെ എല്ലുന്തിയ ശരീരമാവുക, ഇങ്ങനെ ശരീരം വൃത്തിയില്ലാത്തതായി മാറുക സെക്കൻഡ് സ്റ്റേജിലെ ശരീരത്തിലെ പ്രധാന ലക്ഷണമാണ്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇതിൽ പെട്ടുപോവുക. വേറൊരു ചോദ്യമൊന്നുമില്ല, പൂർണ്ണമായും ഇതിൽ പെട്ടു. അതിന് പെട്ടെന്ന് കഴിയും. എന്താണ് ലക്ഷണം? ഭ്രാന്തിന് തുല്യമായ ലക്ഷണം. മുറിയിലകത്തിരിക്കുന്ന സമയത്ത് ചുമര് വർത്താനം പറയും പോലെ തോന്നുക. ചുമര് വർത്താനം പറയുന്ന സ്കൂളിലെ കുട്ടികൾ പറയുന്ന കാര്യവും ടീച്ചർ പറയുന്ന കാര്യം ചുമരിലൂടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇന്ദ്രിയം ഉണ്ടാകും പോലെ തോന്നുക. ആളുകൾ നടന്നു വരുമ്പോൾ തലയില്ലാത്ത ആളുകളായിട്ടും കാലില്ലാത്ത ആളുകളായിട്ടും തോന്നി പേടിച്ച് കരയുക. സദ്യക്ക് വാഴേൻ്റെ ലേഖനം ഇളകുന്ന സമയത്ത് എന്നെ കൊല്ലാൻ വരുന്നു പറഞ്ഞ് കരയുക. ഇങ്ങനെ ഭ്രാന്തിന് തുല്യമായ അവസ്ഥ കാണിക്കുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിടുകയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കുട്ടികളെ തിരിച്ചറിയാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതറിയണമെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ ഇതിൽ പെടുന്നത് എന്നറിയണം. പ്രധാനമായിട്ട് കുട്ടികൾ ഇതിൽ പെടാൻ കാരണം കൂട്ടുകെട്ടാണ്. നിങ്ങൾക്കറിയോ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന്? എല്ലാവരും പറയുക എൻ്റെ കുട്ടിയുടെ സ്വഭാവം നല്ലതാണെന്ന്. അങ്ങനെ പറയാൻ വരട്ടെ, നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ ഏറ്റവും നല്ല വിദ്യ നിങ്ങളുടെ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സ്വഭാവം അറിയുക. എന്താ കാരണം? ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് കൂട്ടുകാരാകുക. അതുകൊണ്ടാണ് പള്ളി കമ്മിറ്റിയിലുള്ള ഒരു കൂട്ടുകാരായിരിക്കും, അമ്പല കമ്മിറ്റിയിലുള്ള ഒരു കൂട്ടുകാരായിരിക്കും, വായനശാല പ്രവർത്തകർ കൂട്ടുകാരായിരിക്കും, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ കൂട്ടുകാരായിരിക്കും, വൈകുന്നേരം വെള്ളമടിക്കുന്ന ഒരു കൂട്ടുകാരനായിരിക്കും. അവരുടെ ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയാണ്. നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം അറിയാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സ്വഭാവം അറിയുക. അതിനെന്ത് ചെയ്യുക? PTA മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരിച്ചിരി നേരത്തെ സ്കൂളിലെത്തുക. അവനിലൂടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുന്ന സമയത്ത് ഏറ്റവും അടുത്ത കൂട്ടുകാരോട് കുറച്ചധികം നേരം സംസാരിക്കുക. കാരണം അവനേക്കാൾ കുറേയേറെ ഓണവും പെരുന്നാളും നമ്മൾ കൂടുതൽ ഉണ്ടതാണ്. കുറച്ച് സമയം വർത്താനം പറയുമ്പോൾ ഓരോ സ്വഭാവം തരമൊക്കെ നമുക്ക് തിരിയും. അത് മാത്രം പോരാ, ആ അടുത്ത കൂട്ടുകാരൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് അറിയുക. കൂതറ കുടുംബത്തിലൊക്കെ വരുന്ന കുട്ടിയാണെങ്കിൽ ആ കൂട്ടുകെട്ട് മാറ്റുക. ഇങ്ങനെ PTA മീറ്റിംഗ് നടക്കുമ്പോൾ മഴ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നല്ലോ, അയലത്തിട്ട വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു പോകുമല്ലോ എന്ന് കരുതി പോവാതിരുന്നാൽ നനഞ്ഞു പോകുന്നത് അയലത്തിട്ട വസ്ത്രങ്ങളായിരിക്കില്ല, മറിച്ച് നമ്മുടെ കുട്ടിയുടെ ജീവിതമായേക്കാം. കൂട്ടുകെട്ട് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രശ്നം കുടുംബ പ്രശ്നമാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ പ്രശ്നം. ഒന്ന്, നിങ്ങളുടെയും എൻ്റെയും വീട്ടിലില്ല എന്ന് ഞാൻ കരുതുന്നു. അത് കുട്ടികളെ ലഹരിയിലെത്തിക്കുന്നു. അച്ഛനും അമ്മയും നിരന്തരമായി വീട്ടിൽ വഴക്കുണ്ടാവുക, ഒട്ടും സുഖകരമല്ലാത്ത ജീവിതം ദിവസവും ഉണ്ടാകുന്ന വീടുകളിലെ കുട്ടികൾ മയക്കുമരുന്നിലേക്കല്ലാണ്ട് ഇവരെ കൊണ്ടാ പോവുക. അത് നിങ്ങളെ വീട്ടിലുമില്ല, എൻ്റെ വീട്ടിലുമില്ല എന്ന് കരുതുന്നു. പിന്നെ വേറെ പ്രധാനപ്പെട്ട എന്താണ്? നിങ്ങളെ വീട്ടിലും എൻ്റെ വീട്ടിലും ഉള്ളൊരു സംഭവം, അത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ കാണാൻ വൈകിക്കുന്നു. അതെന്താണ് കാരണം? നമുക്കൊരു പ്രൈം ടൈമുണ്ട്, പ്രധാനപ്പെട്ട സമയം. ഈ പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ, അച്ഛൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തുക, അമ്മ പണി കഴിഞ്ഞ് ഫ്രീ ആകുക, കുട്ടികൾ പഠനം കഴിഞ്ഞ് ഫ്രീ ആകുക. ഇതാണ് പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെ സമയം. ഒട്ടുമിക്ക വീടുകളിലും വൈകിട്ട് 7 മണി തൊട്ട് രാത്രി 10-11 മണി വരെയുള്ള സമയമാണ് പ്രധാനപ്പെട്ട സമയം. ഈ സമയത്തെക്കുറിച്ച് നമ്മളെക്കാട്ട് നന്നായിട്ട് ആർക്കറിയാം? മലയാളത്തിലെ എല്ലാ ചാനലുകാർക്കും അറിയാം. അവരേറ്റവും നന്നായി പാട്ട് പാടുന്ന കുട്ടിയെ ഈ സമയം പാടിക്കിട്ടും. ഈ പാട്ട് കേട്ട് നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കുള്ളിലെ സർഗവാസനകൾ നമ്മൾ അറിയാതെ പോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല സീരിയൽ മുഴുവൻ ആ സമയത്താണ് ഉണ്ടാകുക. ഈ സീരിയൽ കാണാൻ അമ്മമാരെന്ത് ചെയ്യുന്നു? ഭക്ഷണവും വെള്ളവും ഒക്കെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നു, എന്നിട്ട് TV-യുടെ മുന്നിൽ കാണാനിരിക്കുന്നു. കുട്ടികൾ പഠനത്തിൻ്റെ ഗ്യാപ്പ് നോക്കി കുട്ടി ഭക്ഷണം കഴിക്കുന്നു. അച്ഛനാണെങ്കിൽ LKG മുതൽ PG വരെ പഠിച്ച സകല വാട്സപ്പും രാത്രി സജീവമായിരിക്കും. ഇതിൻ്റെ ഗ്യാപ്പ് നോക്കി അച്ഛൻ ഭക്ഷണം കഴിക്കുന്നു. അമ്മയാണെങ്കിൽ ഈ സമയത്ത് സീരിയലിൻ്റെ ഗ്യാപ്പിൽ പരസ്യം വരുമ്പോൾ അമ്മ പോയി വീഴുന്നു. എന്നിട്ടും നമ്മൾ പറയുന്നു കുടുംബം എന്ന്. എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എത്ര ദിവസം ഒന്നിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്? നിങ്ങൾ ഓരോരുത്തരും അവനവനൊന്ന് സ്വന്തം തന്നെ ആലോചിച്ച് നോക്കുക.